എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ചപ്പാത്തി. അത് അല്പം വ്യത്യസ്തമാക്കി ഉണ്ടാക്കിയാണ്. സാധാരണ എല്ലാവരും ചപ്പാത്തി കഴിച്ച് ഒരേ രീതിയിൽ തന്നെ എല്ലാവരും കഴിച്ച് മടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു പുതിയ രീതിയിലൊരു ചപ്പാത്തി, മടക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തി, ഇങ്ങനെ രണ്ടും പറയാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിന് ആട്ട, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ ആവശ്യത്തിന്, ചൂടുവെള്ളം ആവശ്യത്തിന്. നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചസാരയും ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തേക്കണതിൻ്റെ ഒരു ഭാഗം പൊടി മാറ്റി വയ്ക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാരണം ഇത് നമ്മൾ ഇനിയുള്ള ബാക്കിയുള്ള പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പൊടിയിട്ട് അതിൻ്റെ നനവ് കുറച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ചപ്പാത്തി നല്ല സോഫ്റ്റായിരിക്കും. മിക്കവരും അങ്ങനെ ചെയ്യുന്നതാണെന്ന് വിചാരിക്കണം. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതാണ്. ചൂടുവെള്ളമാകുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. ഇത് നമ്മൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നല്ല വെള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഈ വെള്ളത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇനി എടുത്തു മാറ്റി വെച്ചാണ് ചപ്പാത്തിപ്പൊടി, ആട്ടപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്ത് വെള്ളം വെള്ളത്തിൻ്റെ ഇത് കുറച്ചെടുക്കണം. കുറച്ചിട്ട് കുഴച്ചെടുക്കണം. വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ നനവ് പാകത്തിനായിട്ടില്ല, മാറിയിട്ടില്ല. നനവ് കൂടുതൽ തന്നെയാണ്. ഇപ്പം അതിനെ കുറച്ച് ഇട്ട് കൊടുത്ത് പാകമാക്കി എടുക്കണം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എടുത്തു വെച്ച പൊടി കുറഞ്ഞു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കുറച്ച് ആട്ടമാവ് തന്നെ എടുത്ത് അതിലിട്ട് വെള്ളം കുറച്ചെടുത്ത് മതി. കുറഞ്ഞു പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്കിയുള്ള പൊടി വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അത് കണ്ട പിടിച്ച് നോക്കി അറിയാൻ പറ്റും. എങ്ങനെ പിടിച്ച് ഉരുട്ടി നോക്കി അറിയാൻ പറ്റും. അധികം ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളധികം സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് അധികം നേരം ഇങ്ങനെ ബലമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളധികം ബലം പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഇത് ഒഴിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ മേളിൽ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഡ്രൈ ആയി പോകുന്നത് മേള് ഭാഗം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ അതിന് ശേഷം ഇങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് പുരട്ടി കൊടുത്ത് ഇനി നമുക്കൊരു പാത്രം വെച്ച് മൂടിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇനി ഉണ്ടാക്കുന്നത് ഒരു 2 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ തന്നെ അത് കാണിച്ചു തരാം. നമ്മളിനി ഇത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ ഉരുളയാക്കി സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പൊടിയിൽ മുക്കി പരത്തുക. അപ്പോൾ നമ്മളിതുപോലെ സാധാരണ ചപ്പാത്തിക്ക് പരത്തിയ പോലെ നന്നായിട്ട് പരത്തിയെടുക്കുക, കനം കുറച്ച്. അതിന് ശേഷം ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു വിരൽ വെച്ച് അരികത്ത് ആദ്യം ചുറ്റിലും പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ക്രോസ് ചെയ്ത് പരത്തി കൊടുക്കുക, 2 വര. ശേഷം നമ്മൾ എടുത്ത് സെൻറ്ററിലേക്ക് ആക്കും ഒരറ്റം. എന്നിട്ട് വീണ്ടും ആ സെൻറ്ററിലേക്ക് മടക്കി വെച്ച ഭാഗത്തിൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും. വീണ്ടും മറ്റത് ഇപ്പുറത്തേക്ക് മടക്കും. വീണ്ടും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും.
നമ്മൾ ഇപ്പുറത്തേക്ക് മടക്കും. ചെറുതായിട്ട് ഇവിടെ ഒന്ന് വെളിച്ചെണ്ണ വയ്ക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതെടുത്ത് പൊടിയിൽ മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയിട്ട് നേരത്തെ പരത്തിയ പോലെ തന്നെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് സ്ക്വയറായിട്ടാണ് കിട്ടുന്നത്. ഇത് നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതുകൊണ്ട് രണ്ട് സൈഡും ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചുറ്റിലും വെളിച്ചെണ്ണ പരട്ടുക. ഇപ്പോൾ ഭയങ്കര ഓയിലിയാണെന്ന് നിങ്ങൾ പറയരുത്. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ദിവസവും കഴിക്കണാലും അത്ര വെളിച്ചെണ്ണ പോലും ഇതിനാവുന്നില്ല. വളരെ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കണം, അത് ഒട്ടിപ്പോവാതിരിക്കാനായിട്ട്. വിട്ടു വരുവാനാണത്. വീണ്ടും തേച്ച് കൊടുക്കുക. നിങ്ങളെ ശ്രദ്ധിച്ച് കാണുക. ഇവിടെയും തേച്ച് കൊടുക്കുക. വീണ്ടും വയ്ക്കുക. ഇനി അടുത്ത് മുക്കുക, പരത്തിയെടുക്കുക. നമ്മുടെ നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഈ മൂലയൊക്കെ നോക്കി പരത്തിയേക്കണം. അവിടെ ഇച്ചിരി കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പരത്തി. ഇതിൻ്റെ ഷേപ്പ് നോക്കേണ്ട കാര്യമില്ല, അത് ഇത്തിരി നല്ല രീതിയിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കണത്. അത് നമുക്ക് വെളിച്ചെണ്ണ ഒരു സ്പൂണിലെടുത്തിട്ട് ചെറുതായിട്ട് തളിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചപ്പാത്തി പതുക്കെ വെച്ച് കൊടുക്കുക. ഇനി അത് ഒരു വശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. ഭാഗം ചൂടായിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും അല്പം വെളിച്ചെണ്ണ ഒന്ന് തളിച്ചു കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റും ശരിക്കും പൊറോട്ട അതേപോലെ പൊങ്ങി വന്നത്, പൊറോട്ട ലെയറായിട്ട് മാറണ പോലെ. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് തളിച്ചു കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുക. മൊരിഞ്ഞ് കിട്ടണ അതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. രണ്ട് വശം നമ്മൾ മാറി മാറി മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് വേവിക്കുക. ഇത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊറോട്ടയുടെ വെളിച്ചെണ്ണ ഒന്നും ആവുന്നില്ല. അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. പലരും ഇത് കാണുമ്പോൾ പറയും വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഓയിൽ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് മാറ്റിയിട്ട് രണ്ടാമത് ഒരെണ്ണം കൂടി ചുടാം. ഒരെണ്ണം കൂടി ഞാൻ ചുട്ട് കാണിക്കുക. വെളിച്ചെണ്ണ പതുക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ട് ഇനി നേരത്തെ നമ്മളിത് പതുക്കെ തളിച്ചു കൊടുക്കുക. ഒന്ന് കിടന്ന് തേച്ച് കുഴപ്പമില്ല. ഇനി ഒരു വശം ചൂടായി കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക. അപ്പോൾ തന്നെ മറിച്ചിട്ടേക്കാം. നമുക്ക് പതുക്കെ ചൂടായിട്ടുണ്ട്. ഈ വശത്ത് അല്പം ഒന്ന് തളിച്ചു കൊടുത്തേക്കാം. ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് തളിച്ചു കൊടുക്കുന്നത്. അത് വേണ്ടാന്നുള്ളൊരു അത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് പൊങ്ങി വരുന്ന വേണ്ട, നന്നായിട്ട് പൊങ്ങി ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോണ്ടിരിക്കുകയാണ്. വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അവിടെ ആയിട്ടില്ല ആ ഭാഗം ഒന്നുകൂടി നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പുറത്തെ വശം ആയിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും തോറും നന്നായിട്ട് ഇതായിട്ട് വരും. പിന്നെ പലർക്കും വെളിച്ചെണ്ണ അത്ര ഉപയോഗിക്കുന്ന അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാലും മതി.
നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക. ഞാൻ അതിൻ്റെ ലെയർ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. അതായത് ഈ ചപ്പാത്തിയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. കണ്ട പൊറോട്ട എങ്ങനെയാണോ ഏകദേശം അതേപോലെ ആ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഒരു 3-4 ലെയറായിട്ടിരിക്കണം. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി. ഇത് നമുക്ക് മുട്ടയുടെ കൂടെ ഏത് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ബീഫ് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറിയില്ലാതെ വെറുതെ നമുക്ക് കഴിക്കാം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ പൊറോട്ട കഴിക്കുന്ന പോലെ വെറുതെ നമുക്ക് പീസാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എഴുതി അറിയിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.